അമ്മ എങ്ങോട്ടാ? അമ്പലത്തിൽ കയറി ഭഗവാനെ തൊഴുത് ഇനി വൈദ്യശാലയിൽ ഒന്ന് പോണം. വയസ്സായാ പിന്നെ വൈദ്യശാല അമ്പലയൊക്കെ അല്ലേ ഉള്ളൂ. അമ്മയുടെ വീട് വരെ ഒന്ന് വരണോന്ന് കരുതിയിരിക്കായിരുന്നു ഞാൻ. ജാനറ്റിനെ ഞാൻ എന്റെ വീട്ടിൽ ഒളിപ്പിച്ചിരിക്കുന്നെന്നാ കുഞ്ഞ് കരുതിയിരിക്കുന്നതല്ലേ? ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടേ ഇല്ല. ജാനറ്റ് എവിടെയുണ്ടെന്ന് അറിയില്ലെന്നല്ലേ അമ്മ പറഞ്ഞത്. അമ്മ എനിക്ക് വിശ്വാസ. എന്റെ കുഞ്ഞെ, ആ മോക്ക് ഒരു ആപത്തും വരുത്തരുതെന്നാ എന്റെ പ്രാർത്ഥന. ഇപ്പൊ അമ്പലത്തിൽ കയറി പ്രാർത്ഥിച്ചതും അതാ. അമ്മേ, ജാനറ്റിനോട് സ്വന്തം അമ്മയ്ക്ക് പോലും ഇത്രയും സ്നേഹം കാണില്ലല്ലോ. അതെനിക്കറിയില്ല. പക്ഷേ ആ കുഞ്ഞിനോട് എനിക്ക് തീർത്താ തീരാത്ത സ്നേഹമുണ്ട്. അമ്മ കരുതുന്ന പോലെയൊന്നും അല്ല കാര്യങ്ങൾ. ജാനറ്റ് ആരാണെന്ന് അമ്മ അന്വേഷിച്ചിട്ടുണ്ടോ? ആരായാലെന്താ, ആ കൊച്ചിന്റെ മനസ്സ് നല്ലതാ. നല്ല പ്രവൃത്തികളാ അത് ചെയ്യുന്നത്. പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കേസിലെ പ്രതിയാ ജാനറ്റ്. ബാങ്കുകളിൽ നിന്ന് പണം മോഷ്ടിച്ചതും ആളുകളെ വഞ്ചിച്ച് പണം തട്ടിയെടുത്തതും ഒക്കെയാ ജാനറ്റിന്റെ പേരിലുള്ള കേസുകൾ. ഓ, അപ്പൊ എന്റെ ധാരണ ശരിയായിരുന്നു. എന്താ? മോള് പോലീസ് പറഞ്ഞിട്ട് ജാനറ്റിനെ അന്വേഷിച്ചു വന്നതാണെന്ന് എനിക്ക് അപ്പോഴേ തോന്നി. എന്നിട്ടും അമ്മ എന്നോട് ജാനറ്റ് എവിടെയുണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അറിയാത്ത കാര്യം ഞാൻ എങ്ങനെയാ പറയുന്നത്? അമ്മേ, കുറ്റം ചെയ്തവരെ പോലെ തന്നെ ശിക്ഷാർഹരാണ് കുറ്റവാളികളെ സഹായിക്കുന്നവരും അവർക്ക് സംരക്ഷണം നൽകുന്നവരും. ഈ വയസ്സുകാലത്ത് അമ്മ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും. ഇനി ഈ ജീവിതത്തിൽ അനുഭവിക്കാൻ അത് മാത്രമേ ബാക്കിയുള്ളൂ. ഈശ്വരൻ അതുകൂടി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. ജാനറ്റ് എവിടെയുണ്ടെന്ന് പറയാമേ? എനിക്കറിയില്ല. പിന്നെ കുഞ്ഞിനോട് വേറൊരു കാര്യം പറയട്ടെ. ജാനറ്റ് എവിടെയുണ്ടെന്ന് അറിഞ്ഞാലും ഞാൻ ആ കാര്യം പറയില്ല. നമ്മളെ സ്നേഹിക്കുന്നവരെയും വിശ്വസിക്കുന്നവരെയും നമ്മൾ എങ്ങനെയാ ഒറ്റ കൊടുക്കുന്നത്? അപ്പോ അമ്മ ഞങ്ങളോട് സഹകരിക്കില്ലെന്ന് തീർച്ചപ്പെടുത്തിയിരിക്കല്ലേ? ഞാൻ എന്തിനാ നിങ്ങളോട് സഹകരിക്കുന്നത്? എനിക്ക് എന്ത് സഹായങ്ങളാ നിങ്ങളൊക്കെ ചെയ്തു തന്നിരിക്കുന്നത്? ഇവിടുത്തെ രാഷ്ട്രീയക്കാരോ പോലീസുകാരോ ഞാൻ പട്ടിണി കിടന്നപ്പോ എന്നെ സഹായിച്ചിട്ടുണ്ടോ? ഒരു നേരത്തെ അരി മേടിച്ചു തന്നിട്ടുണ്ടോ? എന്റെ മോന്റെ ചികിത്സയ്ക്ക് 1 രൂപ ആരെങ്കിലും തന്നിട്ടുണ്ടോ? ഏത് തരക്കാരിയാണെങ്കിലും എങ്ങനത്തെ സ്വഭാവക്കാരിയാണെങ്കിലും ഒരു സഹായം ചെയ്തു തന്നത് ജാനറ്റാണ്. അതിനെ വേദനിപ്പിക്കുന്ന ഒരു പ്രവൃത്തി എന്റെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. അതിന് എന്റെ തല പോകുമെന്ന് പറഞ്ഞാലും അത് അങ്ങനെ തന്നെ ആയിരിക്കും. റോണി എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ആരെങ്കിലും കണ്ടാ പ്രശ്നമാവില്ലേ? ആരും കാണത്തൊന്നുമില്ല. എനിക്ക് ഇവിടുന്ന് ചില പേപ്പേഴ്സ് എടുത്തോണ്ട് പോകാനുണ്ട്. എന്ത് പേപ്പേഴ്സ്? ആ ഫിനാൻസ് ഇടപാടുകളുടെ പേപ്പേഴ്സ്. ഇവിടെ ഇരുന്ന ചിലപ്പോ റെയ്ഡ് വല്ലതും വന്ന ആകെ പ്രശ്നമാവും. ആ, അത് ശരിയാ. എനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണം. എടുക്കാം. പിന്നെ മരിയയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഉടനെ ഒരു തീരുമാനം എടുക്കണം. അവളെ എങ്ങനെ ഇവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. അവൾ ഒരു കാര്യം വിട്ടു പറയുന്നില്ലല്ലേ? ചിലപ്പോ ഒന്നും അറിയത്തില്ലായിരിക്കും. അവക്കൊന്നും അറിയാതിരിക്കാൻ വഴിയില്ല. ജാനറ്റിന്റെ വലം കൈയായിരുന്നല്ലോ. അവളുടെ ഫോണിൽ നിന്നുള്ള ഇൻകമിങ് ഔട്ട് ഗോയിങ് കാൾസ് ഒക്കെ പരിശോധിച്ചു. സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നമ്പറുകളും അതിലില്ല. അതുകൊണ്ട് മാത്രം അവക്ക് ജാനറ്റുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ഇനി അവൾ എന്ത് ചെയ്യണമെന്ന് ആന്റിയുടെ അഭിപ്രായം? ഏതെങ്കിലും സുരക്ഷിതമായ സ്ഥാനത്ത് മാറ്റണം. എന്നിട്ട് കൃത്യമായി ചോദ്യം ചെയ്യണം. നോക്കട്ടെ, ഞാൻ കുടിക്കാൻ എടുക്കാം.